ഹായ്, ദാ ഫ്രണ്ട് കണ്ടില്ലേ? നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജാണ് വിത്ത് ബസ് റൂട്ട്. അവിടെ നല്ല വീതിയിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. വലിയൊരു മതില്, കിടിലൻ ഗേറ്റ്. പിന്നെ ഇവിടെ നിന്ന് ജസ്റ്റ് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സിറ്റിയിലേക്ക് ജസ്റ്റ് 10 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. കോമ്പൗണ്ടിലേക്ക് കിടക്കുമ്പോൾ കാണുന്നത് ഈ പറക്കുന്തളിക സിനിമയിൽ പറയണ പോലെ വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഉതളങ്ങ തുടങ്ങി വൃക്ഷലതാദി ഫലമൂലാദികളുടെ നിറഞ്ഞിരിക്കുകയാണ്. തെങ്ങ്, തേക്ക്, ജാതി തുടങ്ങിയത് വേറെ. ടോട്ടൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് മൊത്തത്തിൽ കിട്ടുക നമുക്ക്. അത്രയും നല്ല ഒരു ഫ്രഷ് എയർ, നിറയെ ഔഷധ ചെടികളും മറ്റൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലും ഫുൾ നല്ല പൂന്തോട്ടമാണ് ചെയ്തിരിക്കുന്നത്. അത് ഉള്ളപ്പോൾ തന്നെ ഒരു 6-7 കാറ് ഈസി ആയിട്ട് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ബാക്കിലത്തെ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് കാണാം. ആദ്യം വീടിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അത്ര കാര്യമായിട്ടുള്ള ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു വീടാണ്. സംഗതി നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടാണ് വീട് നിൽക്കുന്നത്. പിന്നെ ഒരു ഏത് വീട്ടിലാണെങ്കിലും എന്താ പറയുക, നമ്മൾ അറിയാലോ മലയാളികളുടെ ഒരു ഇത്, ആകലങ്കോലമായിട്ടൊക്കെ എടുക്കുന്നത്. അതൊക്കെ ഒന്ന് സെറ്റാക്കിയ നൈസാണ്. താഴെ 3 ബെഡ്റൂം വരുന്നുണ്ട്. അത്ര സ്പേഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത് കണ്ടില്ലേ, വലിയൊരു ടേബിള്, ഒരു അലമാര, വലിയൊരു കട്ടില്, ഈ സൈഡിലായിട്ട് ഒരു 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. ഏകദേശം ഈ ഒരു വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് താഴെ 3 ഉള്ളത്. മുകളിൽ ഇതിനേക്കാൾ വലിയൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഹാളിൽ നിന്ന് തന്നെ ഈ മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നുണ്ട്. അതിനോട് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. അടുക്കള ഒരു സാധാരണ ഒരു വീട്ടിലത്തെ ഒരു അടുക്കള എങ്ങനെയാണ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ക്വാളിറ്റിയിലാണ് എല്ലാ പ്രൊഡക്ട്സും സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വാർഡ്രോബൊക്കെ നൈസായിട്ടുണ്ട്. ഈ ഇത് നോക്കിയേ, ഗ്രാനൈറ്റ് സ്ലാബിൻ്റെ ഒരു കട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടൈലൊക്കെ ചെയ്തിട്ട് നൈസായിട്ടുള്ളൊരു കിച്ചൺ. പിന്നെ അതുപോലെ കണ്ടില്ലേ, വലിയൊരു ഫ്രിഡ്ജ് അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ സ്പേസ് ബാക്കിലേക്ക്. അതികൂടിയും കിടക്കാം, ഇതികൂടിയും കിടക്കാം. എന്നാൽ പിന്നെ ഇതിൽ കൂടെ പോവാം. ഇവിടത്തെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിലേക്ക് ഇതിൽ കൂടെ ഇറങ്ങുമ്പോൾ ഇവിടെയും നിറയെ ചെടികൾ വെച്ച് അലങ്കരിച്ചിരിക്കുക. നല്ല ക്ലൈമറ്റ് ആടാ. നട്ടുച്ചയ്ക്കാണെങ്കിലും അടിപൊളിയാണ്. കണ്ട വെള്ളം കണ്ടില്ലേ? ഈ ഒരു പ്രദേശത്ത് വെള്ളത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നല്ല ബെസ്റ്റ് വെള്ളമാണ് കിട്ടുക. അവിടെ നിന്ന് ഇതാ കണ്ട, ഈ വീടിൻ്റെ 2 സൈഡിലും ബാക്കിലും ഇതേപോലെ ടൈലൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നടക്കാൻ അടിപൊളിയാണ്. അതിനോട് ചേർന്നൊക്കെ തെങ്ങും മാവൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ ഒന്നും കാണാനില്ലല്ലോ. അതാണ് അവിടെ ഈ തെങ്ങും ജാതിയും തേക്കും മറ്റ് മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നല്ലൊരു കൃഷിയൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ്. ബാക്ക് സൈഡിൽ ഷീറ്റൊക്കെ അടിച്ച് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളങ്ങോട്ട് കിടക്കണില്ല. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ബാക്കിൽ നിൽക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, മുകളിൽ ഒരു ബെഡ്റൂം ഉണ്ട്, നല്ലൊരു ബാൽക്കണി ഏരിയ. ബാക്ക് സൈഡിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് നൈസാക്കിയിട്ടുണ്ട്. ടോട്ടലി 24 സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും റേറ്റ് കുറവ് 4 ലക്ഷമാണ്. കണക്ക് കൂട്ടിക്കോ. കൂടെ 1700 സ്ക്വയർ ഫീറ്റ് വീട്. ഒരു റൗണ്ട് ആക്കാനായിട്ട് 1 കോടി റേറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവുമല്ലോ. മാന്യമായിട്ടുള്ള ഒരു വിലയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡീലിലേക്ക് എത്തുമ്പോൾ നല്ല വാങ്ങുന്നവർക്ക് അത് ബെസ്റ്റ് ലക്കായിരിക്കും. സോ തൃശ്ശൂർ ടൗണിൽ നിന്ന് ജസ്റ്റ് 12 കിലോമീറ്ററിനുള്ളിൽ നല്ലൊരു ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുള്ള ആരാധനാലയങ്ങളൊക്കെ അടുത്ത് വരുന്ന നല്ലൊരു ഏരിയ, വളരെ പീസ്ഫുള്ളായിട്ട് താമസിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലം. ഈ ഒരു വിലയ്ക്ക് നോക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ. അടിപൊളിയാണ്, നല്ലൊരു പ്രോപ്പർട്ടി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് നല്ല പ്രോപ്പർട്ടീസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ പെട്ടെന്ന് കാണാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.
താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.